8ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ ഒരു അടിപൊളി സ്കോളർഷിപ്പ് എക്സാമിന്റെ ഡീറ്റെയിൽസ് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ പലർക്കും ഓൾറെഡി അറിയുന്നുണ്ടാവും NMMSC നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എക്സാം. ഓക്കെ, അപ്പൊ ആ എക്സാം എന്നാണ് വരുന്നത്? അതിനിപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണോ? ഓക്കെ, എന്തൊക്കെയാണ് ആ എക്സാമിന് ചോദിക്കാൻ പോകുന്നത്, അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നല്ലാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യാം. അതുപോലെ ഫ്രണ്ട്സിനെ, നിങ്ങൾ 8ാം ക്ലാസ്സിലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക, 12,000 രൂപയാണ്, 12,000 റുപ്പീസ് ആണ് ഒരു വർഷം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ 4 വർഷം കിട്ടും, 48,000. ഓക്കെ, 4 വർഷം, ഓരോ വർഷം 12,000 രൂപ വെച്ചിട്ട് 9th തൊട്ട് +2 വരെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ സ്കോളർഷിപ്പ് ക്രാക്ക് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ചൊന്ന് കുറക്കാം. അല്ലെ, നിങ്ങൾക്കും വേണ്ടിയിട്ട് പാരന്റ്സ് കുറെ പൈസ ചെലവാക്കുന്നുണ്ട്, നമ്മുടെ യൂണിഫോം ആയിട്ടും നമ്മുടെ സ്കൂൾ ബസിന്റെ ഫീ ഒക്കെ ആയിട്ട്. ഓക്കെ, അപ്പൊ ആ പൈസ ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ച് തുടങ്ങേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാ പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ക്ലാസ് 8ലെ കുട്ടികൾക്കാണ്, നിങ്ങൾക്കാണ് ഇത് എഴുതാൻ പറ്റുന്നത്. SCERT കേരളം നടത്തുന്ന എക്സാം ആണ്. ഓക്കെ, എല്ലാവർക്കും ഇത് എഴുതാൻ പറ്റില്ല. നിങ്ങൾ പ്രൈവറ്റ് സ്കൂളാണ് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ, ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, അതാണ് ആദ്യത്തെ ഒരു കണ്ടീഷൻ. പിന്നെ ഒരു എക്സാമിന് സ്ട്രക്ചർ ഞാനൊന്ന് പറഞ്ഞിട്ട് പോവാം. മാറ്റ് സാറ്റ് 2 സെഷൻ ആയിട്ടാണ് എക്സാം നടക്കുക. ഓക്കെ, അതിൽ തന്നെ 90 ക്വസ്റ്റ്യൻസിന് 2 പേപ്പർ ആയിരിക്കും. ഓക്കെ, മാറ്റ് മെന്റൽ എബിലിറ്റി ടെസ്റ്റ്, അതുപോലെ സാറ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഓക്കെ, അപ്പൊ സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പേടിക്കേണ്ട ആവശ്യമില്ല. അതെന്താണ്, അത് നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, സോഷ്യൽ സയൻസ്, ആ സബ്ജക്ട്സ് നിങ്ങൾ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടല്ല. ഓക്കെ, പക്ഷെ അതിനെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നത് പോലെ പഠിച്ചു പോയാലേ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് അതിൻ്റെതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് പ്രിപ്പയർ ചെയ്ത് അത് എങ്ങനെ എഴുതണം, ടൈം ബൗണ്ടഡ് ആയിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനത്തെവർക്കുള്ളതാണ് ഈ എക്സാം. അങ്ങനെയുള്ള ആൾക്കാർക്കുള്ളതാണ് ഈ സ്കോളർഷിപ്പ് എമൗണ്ട്. ഓക്കെ, അപ്പൊ അതെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിനാണ് ഞാൻ ഇപ്പോഴേ തുടങ്ങണം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ചെയ്യേണ്ടതെന്നെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ മാറ്റ് മെന്റൽ എബിലിറ്റി ടെസ്റ്റ് നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു ടൈപ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അതും എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണെന്ന് എന്ത് ചെയ്യും, നമ്മൾ ഓരോരോ വീഡിയോസ് ആയിട്ട് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ വീഡിയോസ് അവിടെ ഉണ്ട്. ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പാറ്റേൺ ഒന്ന് അറിഞ്ഞിരിക്കാം. 90 മാറ്റ് ക്വസ്റ്റ്യൻസും 90 സാറ്റ് ക്വസ്റ്റ്യൻസും ആണ് ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ ഓരോന്നിലും എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക. ഈച്ച് വീഡിയോ, ഓക്കെ, ഓരോ ചാനൽ വരുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുക, എപ്പോഴേ വാച്ച് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, എന്തെല്ലാം ആണോ ഈ ചാനൽ വരുന്നത് അതെല്ലാം കറക്റ്റ് ആയിട്ട് കാണും. ഓക്കെ, പിന്നെ 3,500 കുട്ടികൾക്കാണ് കേരളത്തിൽ നിന്ന്, ഓൾമോസ്റ്റ് 3,500 കുട്ടികൾക്കാണ് കേരളത്തിൽ നിന്ന് സ്കോളർഷിപ്പ് കിട്ടുക. ഓരോ ജില്ലകൾക്കും, ഓരോ ഡിസ്ട്രിക്റ്റിനും അതിൻ്റെതായിട്ടുള്ള കട്ട് ഓഫ് ഉണ്ട്. അപ്പൊ നിങ്ങളെ കേരളത്തിലെ അടിപൊളി കുട്ടികളായിട്ടാണ്, അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ കുട്ടികളായിട്ടും മത്സരിച്ചിട്ട് നിങ്ങൾ കേരളത്തിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയിലെ ഒരു ടോപ്പ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, ഓക്കെ, അപ്പോൾ അഗെയിൻ സ്കോളർഷിപ്പ് എമൗണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, 4 വർഷമാണ് കിട്ടാൻ പോകുന്നത്. പിന്നെയോ നമ്മുടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, ഇത് ഓൾ ഇന്ത്യ ലെവലിൽ കിട്ടുന്ന സ്റ്റുഡൻസിന്റെ എണ്ണമാണ്. ഓക്കെ, അപ്പൊ ഇതിന് കുറച്ച് എലിജിബിലിറ്റി ഉണ്ട്. എല്ലാവർക്കും ഇത് എഴുതാൻ പറ്റില്ല. അത് ഓൾറെഡി ഒരു എലിജിബിലിറ്റി അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഗവൺമെന്റ് സ്കൂളോ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളോ ആയിരിക്കണം. ഓക്കെ, പഠിക്കുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ക്ലാസ് 7ൽ നിങ്ങൾക്ക് 55% മാർക്ക് വേണം. അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഗവൺമെന്റ് സ്കൂൾ ആയിരിക്കണം അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂൾ ആയിരിക്കണം. പിന്നെ വേറൊരു കാര്യം, നിങ്ങളെ ഫാമിലി ഇൻകം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ വില്ലേജ് ഓഫീസർ തരുന്ന ഇൻകം സർട്ടിഫിക്കറ്റിലെ ഫാമിലി ഇൻകം 3.5 ലാഖിനേക്കാളും കുറവായിരിക്കണം. അതിനേക്കാളും മുകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല. ഓക്കെ, ഓക്കെ, അപ്പൊ ആ ഒരു ഫാമിലി ഇൻകത്തിന്റെ ക്രൈറ്റീരിയ ഉണ്ട്, സ്കൂളിന്റെ ക്രൈറ്റീരിയ ഉണ്ട്, നന്നായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവർക്കാണ് എക്സാം എഴുതേണ്ടത്, അങ്ങനെയുള്ളവരാണ് ഇതിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു മാറ്റിൽ എന്തൊക്കെയാ വരാം, റീസണിങ്, ക്ലാസിഫിക്കേഷൻ, ന്യൂമറിക്കൽ സീരീസ്, പാറ്റേൺ, ഹിഡൻ ഫിഗേഴ്സ്, ലോജിക്കൽ തിങ്കിങ്. ഇത് നിങ്ങളിപ്പോൾ കേട്ടിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിനൊക്കെ വീഡിയോസ് എങ്ങനെയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അപ്ലോഡ് ചെയ്യും. കഴിഞ്ഞ വർഷങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചെറിയ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, മെല്ലെ അപ്ലോഡ് ചെയ്തു തുടങ്ങും. അപ്പൊ എഗെയിൻ ഞാൻ പറയുന്നു, നിങ്ങളെ ചാനൽ ഫോളോ ചെയ്യുക, നമ്മളെ കൂടെ നിൽക്കാം. ഓക്കെ, പിന്നെയോ സാറ്റ് പിന്നെ നമുക്ക് അറിയുന്നതാണ് അല്ലെ, നമ്മുടെ സയൻസ് സബ്ജക്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്. പിന്നെ നമ്മുടെ സോഷ്യൽ സയൻസ് എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ വരാൻ പോകുന്നത്.
ഓക്കെ, അത് 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ചില ചാപ്റ്ററിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, 7ാം ക്ലാസ്സിൽ ഏതൊക്കെ ചാപ്റ്ററാണ് വരിക എന്നൊക്കെയുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വരുന്ന വീഡിയോസിൽ അതാത് ചാപ്റ്റേഴ്സ് പഠിപ്പിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് പറയുന്നതാണ്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സ്കോളർഷിപ്പ് എമൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞു. ഇനി സ്കോളർഷിപ്പ് എമൗണ്ട് കിട്ടുക എന്ന് മാത്രമാണോ? അല്ല, നിങ്ങൾ ഈ എക്സാമിന് പഠിച്ചിട്ട് ഫെയിൽ ആയെന്ന് വിചാരിച്ചു, ഇൻ കേസ് നമ്മൾ പഠിച്ചിട്ട് ആ എക്സാം ഒന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, 1-2 മാർക്കിന് പോയി. ഓക്കെ, പക്ഷേ സ്റ്റിൽ നമ്മൾ വിന്നിങ് ആണ്, അല്ലെങ്കിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞു ഓൾറെഡി. കാരണം എന്താ, നമ്മൾ ഇതിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്ട്സ് അല്ലെ, അത് പിന്നീട് നമ്മുടെ 9th-ലും 10th-ലൊക്കെ ബെനിഫിറ്റ് ചെയ്യും. ഈവൻ നമുക്ക് 10th-ലൊക്കെ നല്ല മാർക്ക് കിട്ടാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അവിടെ തീർന്നോ? ഇല്ല. നിങ്ങൾ 10th-ല് ഈ എക്സാം ഇൻ കേസ് ക്രാക്ക് ചെയ്താൽ നിങ്ങളുടെ 10th കഴിഞ്ഞാൽ നിങ്ങൾ +1 അഡ്മിഷന് പോകുമ്പോൾ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിങ്ങൾക്ക് NMMSC ക്രാക്ക് ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ടിക്ക് ഇടാൻ പറ്റും ഒരു കോളത്തിൽ. അപ്പൊ NMMSC ക്രാക്ക് ചെയ്തവർക്ക് എക്സ്ട്രാ പോയിന്റ് ഉണ്ട്. നിങ്ങളെ ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒക്കെ ഈ NMMSC ക്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ ബെനിഫിറ്റ്? ഒന്ന്, ഓഫ് കോഴ്സ് നമ്മുടെ സ്കോളർഷിപ്പ് എമൗണ്ട് പൈസ കിട്ടും അല്ലെ. രണ്ടാമത്തേത്, നമ്മുടെ സബ്ജക്റ്റിലെ നോളജ് ഇമ്പ്രൂവ് ആവും, നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ തുടങ്ങും, നമ്മൾ കോമ്പറ്റീറ്റീവ് എക്സാം എങ്ങനെയൊക്കെയാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് 2 ബെനിഫിറ്റ് ആയി. കോമ്പറ്റീറ്റീവ് എക്സാം എങ്ങനെയാണ് എഴുതുന്നത്, പിന്നെയോ നമ്മുടെ സബ്ജക്ട് നോളജ് അടിപൊളിയായി, പിന്നെ ഞാൻ പറഞ്ഞ നമ്മുടെ +1 അലോട്ട്മെന്റിനെ ഇത് ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ് നിങ്ങൾ ക്രാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടത്, നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നാളെ അല്ലെങ്കിൽ പിന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഈ എക്സാം വരാൻ പോകുന്നത് ഡിസംബറിലോ ജനുവരിയിലോ ഒക്കെ ആയിരിക്കും. ഓക്കെ, മാക്സിമം നവംബറിലായിരിക്കും, അതിന് മുന്നേ വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, കഴിഞ്ഞ വർഷം ഡിസംബറിൽ പ്രഖ്യാപിച്ച് പിന്നെ ജനുവരിയിലോട്ട് മാറ്റി വെക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഡിസംബറിലുള്ള എക്സാം കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യില്ല, അത് അത്രത്തോളം ബെനിഫിഷ്യൽ ആവില്ല. നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോഴേ തുടങ്ങണം, ഇപ്പോഴേ മെല്ലെ ചെറിയ രീതിയിൽ ഇപ്പോഴേ തുടങ്ങാം. എന്നിട്ട് നമ്മൾ എക്സാമിന് ടൈം ആകുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ പ്രിപ്പറേഷൻ നല്ല അടിപൊളിയാക്കും. അപ്പൊ നമ്മൾ കുറച്ചും കൂടി മോക്ക് ടെസ്റ്റുകൾ എടുത്ത് മോക്ക് ടെസ്റ്റുകൾ എടുത്തൊക്കെ തുടങ്ങി അടിപൊളിയായിട്ട് എക്സാം എങ്ങനെ എഴുതണം, ഒരു 2 മണിക്കൂർ 1 മണിക്കൂർ എക്സാം ഒക്കെ ആ സമയത്തിനുള്ളിൽ ഇത്ര ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്ത് തീർക്കണം എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ ലാസ്റ്റ് ഡേയ്സ് പ്രിപ്പറേഷൻ. ഓക്കെ, അപ്പൊ എക്സാം ഫോക്കസ്ഡ് ആയിട്ട് ലാസ്റ്റ് ഡേയ്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യണം, ഇപ്പൊ നമ്മുടെ സബ്ജക്ട് അടിപൊളിയാക്കണം. ഓക്കെ, സബ്ജക്ട് അടിപൊളിയാക്കണം, അതുപോലെ ഓരോ ചാപ്റ്ററിലുള്ള ഓരോ ക്വസ്റ്റ്യൻസ് വേദം നമ്മൾ പഠിച്ചു തുടങ്ങണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഓൾറെഡി വീഡിയോസ് മെല്ലെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഷോർട്സ് ആയിട്ട്, കഴിഞ്ഞ വർഷത്തെ PYQs ആയിട്ട്, പിന്നെയോ ടോപ്പിക് വൈസ് വലിയ ലെങ്തി വീഡിയോസ് ആയിട്ടൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അത് വാച്ച് ചെയ്യുക. ഓക്കെ, ചാനൽ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, വരുന്ന വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളത് കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടെ നിൽക്കുക. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ സ്കൂളിലൊക്കെ NMMSC കിട്ടിയ കുട്ടികളോടൊക്കെ ചോദിച്ചു നോക്കുക. ഓക്കെ, അവര് എന്താണ്, ഒരുപാട് കുട്ടികൾ നമ്മളെ എക്സാം വൈൻ്റെ കൂടെ പഠിച്ചിട്ട് NMMSC സ്കോളർഷിപ്പ് നേടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കും ഈ വർഷം നേടാം. കേരളത്തിലെ 3500 കുട്ടികളിൽ ഒരാൾ നിങ്ങൾക്കും ആകാം. നിങ്ങൾക്കും ഓരോ വർഷവും 12,000 രൂപ വെച്ച് +2 വരെ ഓരോ വർഷം 12,000 രൂപ നിങ്ങൾക്കും കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, റെഡി? ഓക്കെ, വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഓക്കെ, നമ്മളിപ്പോ പറയാനുള്ളത് എന്താണ്, NMMSC എക്സാം ആണ് അല്ലെ. ഇതുപോലെ ഇനിയും ഒരുപാട് എക്സാംസ് വരും. ഓക്കെ, ക്ലാസ് 9th ISR UPIGA. ഓക്കെ, അതുപോലെ 10th നമുക്ക് SSLCക്ക് നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ. ഓക്കെ, +1 +2 കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കരിയർ ഡിസൈഡിങ് ആയിട്ടുള്ള എക്സാംസ് വരും അല്ലെ, നിങ്ങൾ NEET JEE പോലുള്ള എക്സാംസ്. ഓക്കെ, അപ്പൊ അതിനൊക്കെ എക്സാം ഓഫ് കോഴ്സ് നിങ്ങൾ NMMSC പ്രിപ്പറേഷൻ ഒക്കെ എന്ത് ചെയ്യും, അതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ അടിപൊളിയായിട്ട് സബ്ജക്ട് പഠിക്കണം, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ. ഓക്കെ, അപ്പൊ അതിനേക്കാൾ NMMSCനേക്കാളൊക്കെ ഒരു പടി മുകളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, നല്ലവണ്ണം സബ്ജക്ട് ക്ലാരിറ്റി വേണം. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സാം വൈ ഫൗണ്ടേഷൻ കോഴ്സ് എന്താണ് ഫൗണ്ടേഷൻ, നമ്മൾ 6ാം ക്ലാസ് തൊട്ടേ 6, 7, 8, 9, 10 ക്ലാസ്സുകളിൽ എന്ത് ചെയ്യും, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ കുറച്ചും കൂടി ന്യൂമറിക്കൽസും MCQയും ഓക്കെ അതുപോലെ സബ്ജക്ട് ക്ലാരിറ്റി ഒക്കെ വരുത്തിയിട്ട് നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, നമ്മുടെ ഫാക്കൽറ്റീസിനൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ 7th USS ക്ലാസ്സസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാക്കൽറ്റീസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇന്ത്യയിൽ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് IIT AIIMS ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. IIT NIT AIIMS IISER പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ നല്ല അടിപൊളി എക്സാംസ് ക്രാക്ക് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ എത്തുക. അവിടെ പഠിച്ചിറങ്ങിയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്.
പിന്നീട് വേറെയും കുറേ ഫീച്ചേഴ്സ് ഈ കോഴ്സസിലുണ്ട്. മെന്റേഴ്സ് ഉണ്ട് ഇതിൽ. എന്താണ് മെന്റേഴ്സ്? നമ്മൾ അഥവാ എക്സാം എഴുതുന്നതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ എക്സാമിന് തലേന്നൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, മടി പിടിച്ചിരിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ എക്സാമിന് തലേന്നാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത് അല്ലെ, അതിന്റെ കുറേ ദിവസം മുന്നേ മടി പിടിച്ച് എക്സാമിന് തലേന്ന് പഠിക്കാൻ നോക്കും. സബ്ജക്ട് തീരൂല, അല്ലെങ്കിൽ സിലബസ് തീരൂല, നമ്മളെ എക്സാമിന് മാർക്ക് കുറയും. ഓക്കെ, അപ്പോൾ എക്സാമിന്റെ തലേന്നുള്ള ഈ മോട്ടിവേഷൻ നമുക്ക് കുറെ മുന്നേ തന്നെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എപ്പോഴോ പഠിച്ചു തീർത്ത് അടിപൊളി മാർക്ക് വാങ്ങാൻ നമുക്ക് ആലോചിക്കൂല. ഓക്കെ, അപ്പൊ അതിന് മുന്നേ തന്നെ നമ്മളെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഷെഡ്യൂൾ തന്നെ നമ്മളെ പിന്നാലെ നടന്ന് പഠിപ്പിക്കാനേ നമുക്ക് മെന്റേഴ്സ് ഉണ്ട്. 1-to-1 മെന്റേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ്. നമ്മൾ ഓൾറെഡി 9th 10th എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചേട്ടന്മാർക്ക് പറ്റില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ജൂലൈ 7 ആണ് ലാസ്റ്റ് ദിവസം. അതുപോലെ നിങ്ങളുടെ താഴെ നിങ്ങൾ അനിയന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും അയച്ചു കൊടുക്കാം, വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അഡ്മിഷൻസ് അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് NMMC ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് ചാനൽ ഫോളോ ചെയ്യാം. ഓക്കെ, എല്ലാ വീഡിയോസും കാണാം, വരുന്ന വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.